സൗഖ്യമാക്കും. നിന്റെ ഏത് രോഗമാകട്ടെ, നിന്റെ ഏത് പ്രതികൂലമാകട്ടെ, ഏത് പ്രതിസന്ധിയാകട്ടെ, നിന്നെ സൗഖ്യമാക്കാമെന്ന് പറഞ്ഞാൽ അവൻ നിന്നെ സൗഖ്യമാക്കും. പ്രവാചകന്റെ ഒറ്റ വാക്കിനാൽ, ഹല്ലേലൂയ, വാക്ക് കേട്ട് അത് ശിരസാൽ വഹിച്ചുകൊണ്ട് കേട്ടുകൊണ്ട് അതെല്ലാം ചെയ്യുവാൻ താൻ തീരുമാനമെടുത്തപ്പോൾ തന്റെ ശരീരത്തിൽ ഒരു സൗഖ്യം വരുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ, സൗഖ്യം പ്രാപിച്ചത് മാത്രമല്ല, അവൻ വീണ്ടും ഹല്ലേലൂയ കോപത്തോടെ വന്നവൻ, ഹല്ലേലൂയ ഭയത്തോടെ വിറച്ചുകൊണ്ട് പ്രവാചകന്റെ മുമ്പിൽ നിൽക്കുവാനായി തീർന്നു. വളരെ കോപത്തോടെയാണ് പ്രവാചകന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോയത്. എന്നാൽ പ്രവാചകന്റെ മുമ്പിൽ നിന്ന് പോയവൻ യോർദാനിൽ പോയി മുങ്ങി കുളിച്ച് ശുദ്ധനായി മടങ്ങി വന്നിട്ട് പ്രവാചകന്റെ മുമ്പിൽ തല കുനിച്ച് നിന്നിട്ട് പറഞ്ഞു, അല്ലയോ പ്രവാചകനെ, ഞാൻ ഇതുവരെ ദൈവത്തെ അറിയാത്തവനായിരുന്നു, ദൈവത്തിന്റെ ശബ്ദം കേൾക്കാത്തവനായിരുന്നു, ദൈവമുണ്ടോ എന്ന് പോലും എനിക്കറിയാത്ത നിന്ന ഒരു കാലഘട്ടത്തായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. ഇതാ ഇസ്രായേൽ ഒരു ദൈവമുണ്ട്, ഒരു പ്രവാചകന്റെ ശബ്ദത്തിന് ഞാൻ ചെവി കൊടുത്തത് കൊണ്ട് എന്റെ ശരീരത്തിന്റെ രോഗബന്ധനത്തെ എന്റെ ദൈവം എടുത്തു മാറ്റി.